തിരൂർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് തിരൂർ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള കംഫർട്ട് സ്റ്റേഷന്റെ പിറകിലാണ്. ഇവിടെയുള്ള കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള കംഫർട്ട് സ്റ്റേഷൻ ഞങ്ങളെത്തുമ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകുന്നു. ഇത് ഒഴുക്കുന്നത് നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന ഓവുചാൽ വഴി, അതും നമ്മുടെ തിരൂർ പുഴയിലേക്ക്. രാത്രിയായാൽ ഈ ടാങ്ക് തുറന്നുവിടുക പതിവാണെന്നും നാട്ടുകാരൻ പറയുന്നു. വന്ന് നോക്കി മുമ്പ് മുണ്ടാതെ തിരിച്ചാണ് പോയി. അതന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പുറത്തോട്ട് വിടുന്നത് കാണിച്ചു കൊടുത്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് പറഞ്ഞ ആ ജനങ്ങളെ പ്രശ്നങ്ങളല്ല. അപ്പൊ പുഴയ്ക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് കാനത്തുള്ള ടീമിന് അത്രയും പ്രശ്നമില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാ, പിന്നെ പുഴയ്ക്കല്ല വേണ്ട. ഇനി തിരൂർ പുഴയിലേക്ക് മലിനജലങ്ങളും മാലിന്യങ്ങളും ഒഴുക്കിവിടുന്ന കേന്ദ്രങ്ങൾ കാണാം. നഗരസഭയുടെ പ്രഥമ വനിതയായിരുന്ന നാജിറ അഷ്റഫിന്റെ 15ാം ഡിവിഷൻ കാനാത്തുപുഴ. ഇവിടെ ഞങ്ങളെത്തിയപ്പോൾ കണ്ടത് അറപ്പുളവാക്കുന്ന കാഴ്ചയാണ്. കക്കൂസ് മാലിന്യം നേരെ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു. നഗരത്തിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകളിലെയും കൂൾബാറുകളിലെയും വേസ്റ്റ് വെള്ളങ്ങൾ എല്ലാം ഈ ഡ്രെയിനേജ് വഴി പുഴയിലേക്ക്. ഈ ഡ്രെയിനേജ് അടക്കണമെന്നാണ് നാട്ടുകാരനും പുഴ സംരക്ഷണ സമിതി നേതാവുമായ ഇദ്ദേഹത്തിനും പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രദേശത്തേക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വളരെ മോശപ്പെട്ട അവസ്ഥ. അപ്പം ആദ്യം കുറെയൊക്കെ നമ്മൾ സമരം ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് മാർക്കറ്റിലെ അഴുക്ക് വെള്ളങ്ങൾ ഇങ്ങോട്ട് വരാത്ത രൂപത്തിലായിരുന്നു. ഈ കക്കൂസ് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ അവരുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിലെ പൊതു കക്കൂസ്, അതിലുള്ള മാലിന്യങ്ങൾ പല ടൈമുകളായിട്ട് ഈ ചാലിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ടവന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അതിന്റെ ഒരു നടപടി എടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാന്, മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ, പ്രതിപക്ഷ ആൾക്കാർ. ഇനി താഴെപ്പാലത്തെ പാലത്തിന് ചുവട്ടിലുള്ള കാഴ്ച. എല്ലാ മാലിന്യവും അടിഞ്ഞുകൂടി പുഴയിലെ വെള്ളത്തിനാകെ വ്യത്യാസം വന്നിരിക്കുന്നു. തൊട്ടടുത്തായി പുഴയോട് ചേർന്ന് ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതും ഇവിടെ കാണാം. ഇനി തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിനടുത്തുള്ള ഓവുചാലിലൂടെയുള്ള ദൃശ്യം. രാത്രികാലങ്ങളിൽ സമീപത്തെ കടകളിൽ നിന്നും, കൂൾബാർ, ഹോട്ടലുകളിൽ നിന്നും, വർക്ക്ഷോപ്പുകളിൽ നിന്നുമെല്ലാം ഈ ഓവുചാൽ വഴി മാലിന്യം നേരെ പുഴയിലേക്ക്. ഇത് തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിന് തൊട്ടടുത്തുള്ള ഓവുചാൽ. ഇവിടുത്തെ ദൃശ്യങ്ങളിൽ ഹോട്ടൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കാണാം. ഈ ഓവുചാലിന്റെ ഉറവിടം അന്വേഷിച്ചാണ് ഞങ്ങൾ അടുത്ത യാത്ര പോയത്. എല്ലാം എത്തിച്ചേരുന്നത് തിരക്കേറിയ നഗരത്തിന്റെ ഓരങ്ങളിലേക്ക്. ഉത്തരം വ്യക്തം. തിരൂർ നഗരത്തിന് പുഴയുടെ ഭാഗത്തേക്കൊരു ചെരിവുണ്ട്. ആ ചെരിവിലൂടെ മാലിന്യങ്ങൾ പുഴയിലേക്ക് തന്നെ ഒഴുകട്ടെ. ഈ മാലിന്യങ്ങൾ കണ്ടിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ക്യാമറമാൻ സഫീർ ബാബുവിനൊപ്പം റാഷിദ് KVR, വെട്ടം ന്യൂസ്.